ബാലേട്ടാ എന്താ ഉദ്ദേശം? ഒരുമാതിരി ചക്കക്കൂട്ടാൻ്റെ അടുത്ത് ഈച്ച പോയി നിൽക്കുന്ന പോലെ. എന്റെ ഇരട്ടപ്പേര് വിളിച്ചോണ്ടല്ലോ, ഈച്ച ബാലൻ ഈച്ച ബാലൻ ഈച്ച ബാലൻ കേട്ട് മടുത്തു. ബാലേട്ടാ, അതിഥി നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു പെൺകുട്ടിയേ അല്ല. അയ്യോ, നീ വിചാരിച്ച പോലെ ആയിരിക്കില്ല, പക്ഷെ ഞാൻ വിചാരിച്ച പോലെ. അതല്ല, ഏതല്ല? അവൾക്ക് ഈ വായനോട്ടൊന്നും ഇഷ്ടല്ല കേട്ടോ. എനിക്കും ഇഷ്ടല്ല. അതിന് നിന്നോടാരാ പറഞ്ഞ ഞാൻ അവളെ വായി നോക്കുവാന്ന്? ഏതായി കമ്മ്യൂണിസ്റ്റ് ഈ ക്യൂടെക്സ് വേണോ? ആ വളയങ്ങടത്തേടി അങ്ങനെയല്ല, പക്ഷെ അവൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളുണ്ടാ ചിലപ്പോൾ അവൾ പ്രതികരിക്കും. ബാലേട്ടന് ചിലപ്പോൾ അത് ഭയങ്കര വിഷമാവും. പ്രതികരിക്കണം. പെൺകുട്ടികളെ അങ്ങനെ തന്നെ വേണം. सॉरी बोल, सॉरी बोल। साले सॉरी बोल, सॉरी बोल, सॉरी बोल, ആശാനെ ഇവള് പറഞ്ഞിട്ടാ നമ്മടുത്ത് വന്നിട്ടാ. सॉरी बोल, ആശാനെ എന്റെ കൈ ധരിക്കണുണ്ടാ. सॉरी बोल। നീ എന്തൊരു പെടക്കലാടി പെടക്കണത്? ഞാൻ കാല് പിടിക്കാടാ ദേവിയെ. ആശാനെ എന്റെ ആശാനെ നീ കേട്ടാ എന്റെ നാട്ടിൽ ഒരു എന്റെ വീട്ടിലെ കളി. നിന്റെ നാടോ? അച്ഛനെ കൈ ധരിക്കല്ലേ, കൊടുക്കട്ടെ. തീർന്നടാ, നീയൊക്കെ തീർന്നടാ. തീർന്നോ? ഇവൻ എന്നെ കൊച്ചിന്റെ വണ്ടി എടുത്തോണ്ട് പോകുന്നു. ഇവൻ എന്നെ കാണിക്ക. എന്താ ഇനിയും വേണോ? എന്റെ രണ്ടാനമ്മേ പൊന്നുമക്കളെ നേടി ടാപ്പ് 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 വിടറി. ശരി, ചോറിനിട്ട് വരാം. എന്തൊരു അടിയാണ് അവൾ അടിച്ചത്. സാക്ഷാൽ അന്ധകരണം പറിച്ചുപോയി. ഇത് സംഭവം കരാട്ടയാ. അവരുടെ മൂവ്മെന്റ് കണ്ടപ്പോഴേ എനിക്ക് സംഗതി പിടികിട്ടി. സംഭവം കുങ്ഫുവാ. ആണോ? എന്നാലേ ഇത് ഗുംഫും കരാട്ടി ഒന്നുമല്ല, ഇത് ഗുസ്തിയാ. സാക്ഷാൽ ഗാട്ടാ ഗുസ്തി. ഗുസ്തിയാ? ആ, പെണ്ണുങ്ങളാ ഗുസ്തി പിടിച്ചാൽ ആണുങ്ങളെ ഇങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുമോ? മത്സേട്ടൻ രാത്രി കള്ളും കുടിച്ചു വന്നാ എന്നും അടിയാ. നിന്നോടൊക്കെ പണ്ടേ പറഞ്ഞതല്ലേ ആ ക്യാപ്റ്റന്റെ അക്കരെ പോയിട്ട് കുറച്ച് അടിയും തടയൊക്കെ പഠിക്കാൻ. എന്റെ വിജയേട്ടാ, അവൾ ഇവിടെ അടുത്താണ് പഠിക്കാൻ വന്നൊന്നല്ല. വീട്ടിൽ കല്യാണം ഉറപ്പിച്ചപ്പോൾ അവൾക്ക് വേറെ വഴി ഉണ്ടായിരുന്നില്ല. എടാ, പഞ്ചാബിൽ നിന്ന് കേരളത്തിലോട്ട് മാത്രം വഴിയുള്ളൂ. ഇവിടെ ഉള്ള ഫയൽവാന്മാർ കാരണം മുണ്ടഴിച്ചു വെച്ചിരിക്കുക. ഇനി പഞ്ചാബി ഫയൽവാനി കൂടി വന്നിട്ട് വേണം ഷട്ടി കൂടി വരാൻ. വിജയേട്ടാ, വിജയേട്ട ഒരു 4-5 ദിവസം, അത് കഴിഞ്ഞ് അവളവിടെ 4-5 ദിവസവും? നീ ഒരൊറ്റ ദിവസം പോലും അവളെ ഇവിടെ നിർത്തരുത് എന്നല്ലേ കള്ളങ്ങൾ അവള് പറഞ്ഞത്? അവളാണോ കള്ളം പറഞ്ഞത്? ഞാൻ പറഞ്ഞില്ല, നീ പറഞ്ഞ. അവളെ അങ്ങനെ നീ പറയുന്ന പോലെ പെട്ടെന്ന് തിരിച്ചേക്കാനൊന്നും പറ്റത്തില്ല. എന്താ ഇങ്ങോട്ട് വന്ന ട്രെയിൻ അങ്ങോട്ട് പോകത്തില്ല? എടി, തിരിച്ചു എന്നാൽ അവളുടെ ബന്ധുക്കൾ അവളെ ഉപദ്രവിക്കും. നിനക്ക് ഈ ഉത്തരേന്ത്യക്കാരുടെ സ്വഭാവം അറിയാത്തോണ്ടാ. അഭിമാനത്തിന്റെ പേര് കൊല്ലാൻ പോലും മടിക്കാത്ത. കല്യാണത്തിന് നിന്ന് ബന്ധുക്കളുടെ മുഖത്ത് കരിവാരി തേച്ചവളെ പിന്നെ എന്തോ ഒമ്മ വെക്കണോ? തുമ്മലിന് മരുന്ന് വാങ്ങണം. അല്ലെങ്കിൽ തന്നെ നാട്ടുകാരെന്ത് പറയും? എല്ലാവരോടും കൂടി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നാളെ രാവിലെ അവളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടേച്ചോട് മിണ്ടിയാച്ചാ മതി. മനസ്സിലായോ? എന്ത് കാഴ്ചയാണോ? കയറിപ്പിടി.